വെൽക്കം ടു ദ വീഡിയോ. നമുക്കെന്നാ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് ബേസിക്സിൻ്റെ മൂന്നാം ഭാഗമാണ്. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്സ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. അത് നമുക്കറിയാം എന്ത് h+c²/2 = h0 ആണ്. പക്ഷേ നമുക്ക് വേറൊരു കാര്യം അറിയാം, h എന്ന് വെച്ചാൽ CP/T ആണ്. അപ്പോൾ h0 എന്ന് വെച്ചാൽ CP/T0 ആവും. അത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊടുത്തു. ഇതിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, CP = γr/γ-1. അത് നമുക്ക് CP = R+CV CP/CV = ഗാമയും കൂടി മിക്സ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടത്തേക്ക് കൊടുക്കുകയാണ്. ഇതിൽ കൊടുത്താൽ ഇങ്ങനെ കിട്ടും γr/γ-1 × T + c²/2 = γr/γ-1 × T0. അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചാൽ γrt എന്ന് വെച്ചാൽ A ആണ്, γrt0 എന്ന് വെച്ചാൽ A02 ആണ്. ഓക്കെ, ഇത് ശ്രദ്ധിച്ചാൽ x² + a² + y²/b² = c² കിട്ടും. ആ ഒരു ഇക്വേഷൻ്റെ അതേതാണ്. ഇത് ഫുള്ളൊരു കോൺസ്റ്റൻ്റ് ആണ്. x²/a² + y²/b² = c² കിട്ടും. ഇതൊരു എലിപ്സിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഒരു എയും സിൻ്റെയും ഒരു x ആക്സിസും y ആക്സിസും ആയിട്ട് എടുത്ത് നമ്മളത് ഗ്രാഫിൽ വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, സ്റ്റഡി ഫ്ലോ ഒരു എലിപ്സാണ് കിട്ടുക. അതിന് നമ്മൾ സ്റ്റഡി ഫ്ലോ അഡിയാബാറ്റിക് എലിപ്സ് എന്ന് വിളിക്കും. ഓക്കെ, ഇനിയിപ്പം നമ്മളിതിൻ്റെ ബേസിക് ഇക്വേഷൻ ഉണ്ട്. h1 + c1² + q + h2 + c2²/2. ഇതിൻ്റെ അകത്ത് c1 നമ്മൾ ഇത്രയും സമയം c0 ആകുമ്പോൾ h0 ആവുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ h0 ആയെന്ന് വെച്ചു, എന്തായാലും ബി 0 സ്റ്റേറ്റിൽ. അപ്പോൾ c എന്ന് പറഞ്ഞ വാല്യൂ മാക്സിമത്തിലേക്ക് എത്തും. ഓക്കെ, കാരണം ടോട്ടൽ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കണം. Q0 ആകും കൂടിയാണെങ്കിൽ എന്താവും, C to C മാക്സ് ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മാക്സിമം വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, h നമുക്കിപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ എന്തായി, a²/γ-1 ആണെന്നറിയാം. അപ്പോൾ h നമുക്ക് a²/γ-1 + c²/2 = എന്ത് cmax²/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടും നോക്കിയാൽ രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. അപ്പോൾ റൈറ്റ് സൈഡ് സെയിം ആയിരിക്കണം. അപ്പോൾ cmax²/2 = a02²/γ-1 കിട്ടും. ഓക്കെ, അപ്പോൾ cmax/a0 = √2/γ-1 കിട്ടും. നമ്മൾ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ക്രിട്ടിക്കൽ ഫ്ലോനെ കുറിച്ച് പറയാം. രണ്ടും ഓൾമോസ്റ്റ് സിമിലറാണ്. അതായത് സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് ഫ്ലോയിൽ പോകുന്നോ അതിൽ നിന്ന് നമ്മൾ അഡിയാബാറ്റിക്കലി 0 വെലോസിറ്റിയിലേക്ക് കൊണ്ടുവരും. അതിപ്പോൾ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റിൽ നിന്ന് ഫ്ലോയിൽ നിന്ന് നമ്മൾ സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നു, അതായത് 0 വെലോസിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. ഏത് ഐസെൻട്രോപിക് ഫ്ലോയിൽ. ഇനിയിപ്പോൾ ക്രിട്ടിക്കൽ ഫ്ലോ ആക്കാനാണെങ്കിൽ നമ്മൾ ആ ഫ്ലോ കണ്ടീഷനിൽ നിന്ന് മാക് 1 സ്റ്റേജിലേക്ക്, അതായത് എന്താണ്, നമ്മൾ ഫ്ലോവിൻ്റെ വെലോസിറ്റിയും സൗണ്ട് വെലോസിറ്റിയും സിമിലർ ആക്കാൻ നമ്മൾ ഇത് ആക്സിലറേറ്റോ ഡീസിലറേറ്റോ ചെയ്യും ഐസെൻട്രോപ്പിക്കലി. അങ്ങനെയായിട്ട് കിട്ടുന്ന ഫ്ലോ ആണ് ക്രിട്ടിക്കൽ ഫ്ലോ. ഇപ്പം നമ്മൾ ആക്സിലറേറ്റോ ഡീസിലറേറ്റോ എന്ത് സംഭവിക്കും, അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും തോറും അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും എല്ലാം മാറും. അപ്പോൾ ടെമ്പറേച്ചർ മാറുമ്പോൾ എന്താ, സൗണ്ടിൻ്റെ വെലോസിറ്റി മാറും. അപ്പോൾ നമ്മൾ ഈ മാക് 1ലേക്ക് എത്താൻ നോക്കിക്കൊണ്ടിരിക്കും തോറും എന്ത് സംഭവിക്കും, ഇതിൻ്റെ ഓരോ സമയത്തുള്ള സീൻ്റെ വാല്യൂ മാറ്റമായിരിക്കും, എൻ്റെ വാല്യൂ മാറ്റമായിരിക്കും. അപ്പോൾ നമുക്ക് എത്തുന്ന പൊസിഷൻ ഇത് ഹൈപ്പോത്തറ്റിക്കൽ പൊസിഷൻ, അതുകൊണ്ട് അതിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ സ്റ്റാർ ഉപയോഗിക്കുന്നു. സ്റ്റാഗ്നേഷൻ സ്റ്റേറ്റ് 0 നോട്ട് ഉപയോഗിക്കുന്ന പോലെ. അപ്പോൾ C സ്റ്റാർ ആവും, A സ്റ്റാർ ആവും, M സ്റ്റാർ ആവും. ഈ M സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇതാണ്. ക്രിട്ടിക്കൽ ഫ്ലോ നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ ഇമാജിനറി കണ്ടീഷനാണ്. ഓക്കെ, അത് പ്രാക്ടിക്കലി പോസിബിൾ ആണ്. പക്ഷെ നമ്മളിപ്പോൾ ഏതൊരു കണ്ടീഷനിലുള്ള ഫ്ലോയിൽ നിന്നും അതിൻ്റെ C സ്റ്റാർ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം T0/T = 1 + γ-1/2 × m². ഇനിയിപ്പോൾ ക്രിട്ടിക്കൽ ഫ്ലോ സ്റ്റേജിലാകുമ്പോൾ M1 ആയി. ഓക്കെ, M1 ആകുമ്പോൾ എന്താവും, T0/T സ്റ്റാർ ആവും = 1 + γ-1/2 × m². അതിപ്പോൾ നമ്മൾ ഈ 2 ഇപ്പുറത്തേക്ക് പോയാൽ 2 + γ-1/2 ആവും. അപ്പോൾ എന്തായി, γ + 1/2 ആയി. T0/T സ്റ്റാർ = γ + 1/2. അത് നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് എടുക്കും. അപ്പോൾ ഈ 1/2 ചെയ്താൽ എന്താ, T0/T സ്റ്റാർ ആയി = 1 + γ-1/2 × m² / γ + 1/2 എന്ന് കിട്ടും. ഇതുപോലെ ഇതിലിപ്പോൾ T0 ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് T*/T കിട്ടും.
ഇപ്പുറമാണെങ്കിൽ ഇത് നമ്മൾ റെസിപ്രോക്കൽ എടുത്തിട്ട് മുകളിൽ ഇൻറ്റു ചെയ്താൽ 1 എടുക്കുക 2/γ+1 വരും. ഇവിടെ 2 × 2 ക്യാൻസലായിട്ട് Γ-1/Γ+1 × m² വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും T*/T = 2/Γ+1 + Γ-1/Γ+1 × m² കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, എന്ത് h + c²/2 = a02 അത് നമ്മൾ മാറ്റി എഴുതിയാൽ എന്ത് നേരത്തെ പറഞ്ഞ പോലെ a²/Γ-1 + c²/2 = a02/Γ-1 കിട്ടും. ഇതിലിനിയിപ്പോൾ നമുക്ക് ഐസെൻട്രോപ്പിക് ക്രിട്ടിക്കൽ ഫ്ലോ കണ്ടീഷൻ ആകുമ്പോൾ എന്താവും, എയും സിയും എ സ്റ്റാറും സി സ്റ്റാറും ആവും. ഓക്കെ, അപ്പോൾ എന്തായി, നമുക്ക് ഓൾറെഡി പറഞ്ഞാണ് എ സ്റ്റാറും സി സ്റ്റാറും സെയിം ആണ്. അപ്പോൾ സി സ്റ്റാർ നമ്മളിതിനകത്ത് കോമൺ ആയിട്ട്, അത് സി സ്റ്റാർ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ ഇത് 1/Γ-1 ആവും, ഇത് 1/2 ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടും, ഇത് കിട്ടി. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഇത് LCM എടുത്താൽ ഇവിടെ 2 വരും, ഇവിടെ Γ-1 വരും. ഇവിടെ അപ്പോൾ അടിയിൽ Γ-1 × 2 വരും. അപ്പോൾ ഇവിടെ ഒരു Γ-1 ഉണ്ട്, ഇവിടെ അത് രണ്ടും കട്ടാക്കും. അപ്പോൾ സി സ്റ്റാർ സ്ക്വയർ ഇൻറ്റു ഇവിടെ മുകളിൽ Γ+1 ഇത് രണ്ടും ആഡ് ചെയ്താൽ Γ+1/2 = a02/1 ആയി. അപ്പോൾ a02 സി സ്റ്റാർ ഒരേ സൈഡ് കൊണ്ടുപോകും, Γ+1 ബാക്കിയുള്ള സാധനങ്ങൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ സി സ്റ്റാർ സ്ക്വയർ a02 = 2/Γ+1 കിട്ടും. ഇനിയിപ്പോൾ സി സ്റ്റാർ/a0 = √2/Γ+1 കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സാധനം, ഇതുപോലൊരു സാധനം നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, എന്ത് Cmax/a0 = √2/Γ-1 കുറച്ച് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നോക്കിയാൽ എന്താ, ഇവിടെ നമ്മൾ ഇത് 4th ഇക്വേഷൻ / 3rd ഇക്വേഷൻ ചെയ്യും. അപ്പോൾ നമുക്കെന്ത് കിട്ടും, Cmax/a0 / C*/a0 = √2/Γ-1 √2/Γ+1. ഇവിടെ a0 ക്യാൻസലായി, ഈ ഭാഗത്ത് Cmax/C* ആയി, ഈ ഭാഗത്ത് 2 × 2 ക്യാൻസലായി, അപ്പോൾ ഇവിടെ Γ+1 /Γ-1 കിട്ടും. ഓക്കെ, Cmax/C* = Γ+1/Γ-1 ഹോൾ റൂട്ട്. ഇനി ക്യാരക്ടറിസ്റ്റിക് മാക് നമ്പറിലേക്ക് കടക്കാം. ക്യാരക്ടറിസ്റ്റിക് മാക് നമ്പർ ഇപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ ഫ്ലോയിൽ ഒരു കാര്യം കണ്ടു, m* എന്നുണ്ട്, അതാണ് ക്യാരക്ടറിസ്റ്റിക് മാക് നമ്പർ. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ വാല്യൂ ആണ്. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ C വാല്യൂ ഉണ്ടല്ലോ, ഫ്ലൂയിഡ് ഫ്ലോ വെലോസിറ്റി / ക്രിട്ടിക്കൽ ഫ്ലോ വെലോസിറ്റി കിട്ടുന്നതാണ് m*, C/C*. ഓക്കെ, അപ്പോൾ m എന്ന് വെച്ചാൽ C/A, എയും സി സ്റ്റാറും മാറ്റാണ്. എ എന്ന് വെച്ചാൽ Γ-RT, സി സ്റ്റാർ എന്ന് വെച്ചാൽ Γ-RT* ആണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കറിയാം Cmax/C* = √Γ+1/Γ-1. ഇനിയിപ്പോൾ Cmax/C*² = Γ+1/Γ-1 കിട്ടും. Cmax² = C*² × Γ+1/Γ-1. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ഐസെൻട്രോപ്പിക് ഫ്ലോയിലാണെങ്കിൽ നമുക്കറിയാം a²/Γ-1 + C²/2 = Cmax²/2 ആണ്. അപ്പോൾ നമുക്കിവിടെ Cmax² നമുക്ക് എന്ത് എഴുതാം, ഈ ഒരു വാല്യൂ ഇവിടെ കൊടുത്താൽ C*²/2 × Γ+1/Γ-1 കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാത്തിനെയും നമ്മൾ C² കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഈ അകത്ത് a²/C² ആവും, ഇവിടെ C²/C² 1 ആവും, പിന്നെ ഈ ഭാഗത്താണെങ്കിൽ C*²/C² /2 × Γ+1/Γ-1 ആയി. അപ്പോൾ ഇവിടെ നോക്കിയാൽ a/c അതെന്ന് വെച്ചാൽ C/A എന്ന് വെച്ചാൽ m ആണ്. അപ്പോൾ ഇവിടെ 1/m² കിട്ടും, ഇവിടെ 1/2 തന്നെ. C*/C ഇവിടെ കാണുന്നുണ്ട്, അപ്പോൾ എന്താവും, ഇവിടെ C2 ഇല്ല, അപ്പോൾ ഇവിടെ C/C² ഉണ്ട്, C*²/C² ഉണ്ട്. C/C* എന്ന് വെച്ചാൽ എന്താണ്, m* ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, 1/m² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 1/m² × Γ-1 + 1/2 + 1/m² × 2 × Γ+1/Γ-1 കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇതെടുത്താൽ LCM എടുത്താൽ ഇവിടെ 2 വരും, ഇവിടെ m² × Γ-1 /2 × Γ-1 × m² കിട്ടും. ഓക്കെ, ഇവിടെ ഇത് കിട്ടും. ഇവിടെ നമുക്ക് രണ്ടും നോക്കിയാൽ Γ-1 Γ-1 രണ്ട് സൈഡും ഉണ്ട്, അത് രണ്ടും ക്യാൻസലാക്കി. അപ്പോൾ എന്താ 2 + m² × Γ-, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അപ്പോൾ 2 × 2 ക്യാൻസലായി. അപ്പോൾ നമുക്ക് എന്താ ബാക്കി ഉണ്ടാവുക, Γ+1 ഇപ്പുറത്തേക്കും കൂടി കൊണ്ടുവന്നു. അപ്പോൾ 1/m² = എന്താവും, 2 + m² × Γ-1/m² × Γ+1 കിട്ടും. ഓക്കെ, നമ്മൾ കുറച്ചും കൂടി മാറ്റി ഇത് റെസിപ്രോക്കൽ എടുത്താൽ m² = m² × Γ+1 /2 + m² × Γ-1 കിട്ടും. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് മാക് നമ്പറിൻ്റെ വാല്യൂ.
നമ്മൾ കുറേ സമയം കംപ്രസിബിൾ ഫ്ലോ എന്താണെന്ന് പറയുന്നു. ഇപ്പോൾ അതിലെ കംപ്രസിബിലിറ്റി എന്തെന്ന് പറയാം. കംപ്രസിബിലിറ്റി വേറെ ഒന്നുമില്ല. Physically compressibility is defined as fractional change in volume of an element per unit change in pressure. Basically, change in volume with respect to change in pressure ആണ്. മാത്തമാറ്റിക്കലി നമ്മൾ എഴുതുമ്പോൾ അത് നമ്മളിപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ഫ്ലൂയിഡ് കൺസിഡർ ചെയ്യുക, ഒരു വിയും പ്രഷറും ഉള്ളത്. അത് നമ്മൾ ചെറുങ്ങനെ പ്രഷർ ഇൻക്രീസ് ചെയ്തു ഡി പി വാല്യൂവിൽ. അപ്പോൾ പി പ്ലസ് ഡി പി ആയി പ്രഷർ. അപ്പോൾ വോളിയം ചെറുങ്ങനെ കുറയും. അത് നമുക്ക് ഡി വിൻ്റെ വാല്യൂ മൈനസ് എടുത്താൽ വി പ്ലസ് ഡി വി ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കലി നമ്മൾ കംപ്രസിബിലിറ്റി എഴുതുകയാണെങ്കിൽ കംപ്രസിബിലിറ്റി ടൗ എന്ന് വെച്ചാൽ -1/v dv/dp ആണ്. ഓക്കെ, ഇനിയിപ്പം ഈ പ്രഷറിലെ വേരിയേഷൻ മെയിൻലി 2 കാരണങ്ങളാണ് ഉണ്ടാവുക. ഒന്നുകിൽ ടെമ്പറേച്ചറിലെ വേരിയേഷൻ, അല്ലെ ഹീറ്റ് അപ്ലൈഡോ അല്ലെ റിജക്റ്റഡോ ആയിരിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ രണ്ടും ഒരുമിച്ച് ചേഞ്ച് ചെയ്യുന്ന നമ്മൾ നോക്കുന്നില്ല, അധികവും ഏതെങ്കിലും ഒന്ന് ചേഞ്ച് വരുന്നതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഉള്ള ഹീറ്റ് വേരിയേഷൻ കാരണമാണ് പ്രഷർ ചേഞ്ച് ഉണ്ടാകുന്നതെങ്കിൽ നമ്മളതിന് ഐസോതെർമൽ കംപ്രസിബിലിറ്റി എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മളത് എഴുതുന്നത് വെച്ചാൽ ടൗ ടി ഈക്വൽ ടു -1/v dv/dp ഓഫ് ടി. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഹീറ്റ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതെന്താണ് അഡിയബാറ്റിക് റിയാക്ഷനാണ്. റിവേഴ്സിബിൾ ആയിട്ടുള്ള അഡിയബാറ്റിക്കിന് നമ്മൾ ഐസെൻട്രോപ്പിക് എന്ന് വിളിക്കും. അതുകൊണ്ട് ഇതിന് ഐസെൻട്രോപ്പിക് കംപ്രസിബിലിറ്റി എന്ന് വിളിക്കുന്നു. ടോസ് എന്ന് വെച്ചാൽ -1/v dv/dp അറ്റ് കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം അറിയാം. എന്ത് വി എന്താണ്? 1/ρ ആണ്. റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി. അപ്പോൾ ഡി വി എന്ന് വെച്ചാൽ -1/ρ² d ρ. ഓക്കെ, അപ്പോൾ നമ്മൾ റോ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ρ² ഒരു റോ 1/v ആയിട്ട് കൊടുത്താൽ ഇപ്പുറം -1/ρ² -v/ρ ആയി. അതിൻ്റെ അകത്ത് വി ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 1/v dv ഈക്വൽ ടു -1/ρ d ρ ആവും. അത് ഞാനിപ്പോൾ ഇത് മറ്റേ ടവേഴ്സിൽ കൊടുക്കുകയാണെങ്കിൽ 1/v പോയാൽ നമുക്ക് എന്ത് കിട്ടും? 1/ρ d ρ/dp ഓഫ് എസ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേറൊരു കാര്യം അറിയാം. dp/d ρ എന്ന് വെച്ചാൽ അറ്റ് കോൺസ്റ്റൻറ്റ് എൻട്രോപ്പി സൗണ്ട് വെലോസിറ്റി ആണ്. അത് നമ്മൾക്ക് ഇവിടെ വേണ്ടിക്കിൽ കൊടുത്താൽ a² എന്ന് വേണ്ടി 1/a² എന്ന് എഴുതാം. ഓക്കെ, അതായത് ടവേഴ്സ് എന്ന് വെച്ചാൽ 1/ρ × a² എന്ന് എഴുതാം. ഓക്കെ, നമുക്കിനി 2 പ്രോബ്ലംസ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ മനസ്സിലാക്കാം. ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ് ഇവിടെ മുകളിൽ എഴുതിയിട്ടുള്ളത്. എൻ എയർ ജെറ്റ് ഗാമ ഈക്വൽ ടു 1.4 R ഈക്വൽ ടു 287 J/kg Kelvin at 400 Kelvin has sonic velocity. Determine velocity of sound at 400 Kelvin, maximum velocity of jet and Mach number, stagnation temperature, വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ്. അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പം നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള എന്തെല്ലാമാണ്? പൊതുവേ ഗാമേൻ്റെ വാല്യൂ ആറിൻ്റെ വാല്യൂ നമുക്ക് തരാൻ ചാൻസ് ഉണ്ടാവില്ല. അത് രണ്ടും പൊതുവേ ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പം പിന്നെ തന്നിട്ടുള്ള ടെമ്പറേച്ചർ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വെലോസിറ്റി ഓഫ് സൗണ്ട് എ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ √γ/RT ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈക്വൽ ടു ഗാമേൻ്റെ വാല്യൂ 1.4 287 ടീൻ്റെ വാല്യൂ 400 തന്നിട്ടുണ്ട്. ഓക്കെ, ഗാമ × R × T നമുക്ക് ചെയ്ത് നോക്കാം. 400.899 ഏകദേശം വരും m/s. ഓക്കെ, അപ്പോൾ നമുക്ക് വെലോസിറ്റി ഓഫ് സൗണ്ട് കിട്ടി. ഇനിയിപ്പോൾ മാക്സിമം വെലോസിറ്റി ഓഫ് ജെറ്റ്, പിന്നെ മാക് നമ്പർ ആദ്യം കണ്ടുപിടിക്കാം. മാക് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? C/A, വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട്. ഇതിൻ്റെ അത് നമുക്ക് തന്നിട്ടുണ്ട് ദ എയർ ജെറ്റ് ഹാസ് സോണിക് വെലോസിറ്റി. അപ്പോൾ ജെറ്റിൻ്റെ വെലോസിറ്റി സോണിക് വെലോസിറ്റി ആണ്, ഈക്വൽ ടു A ആണ്. അപ്പോൾ C ഈക്വൽ ടു A ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 1 ഈക്വൽ ടു 1 ആണ്. C ഈക്വൽ ടു A ആയതുകൊണ്ട്. ഓക്കെ, നമുക്കപ്പോൾ അടുത്തത് നോക്കാം. മാക്സിമം വെലോസിറ്റി നമുക്ക് ഇത് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഓർമ്മയില്ല, ഒന്ന് മറിച്ച് വയ്ക്കോ. S² - 1
a square by gamma minus 1 plus c square by 2 equal to c max square by 2 equal to a naught square by gamma minus 1. ഓക്കെ, ഈക്വൽ ടു h naught. അപ്പോൾ നമുക്ക് ഈ ഭാഗം മാത്രം നോക്കാം. ഈ ഭാഗം നോക്കിയാൽ ഇതിൻ്റെ അകത്ത് എയുടെ വാല്യൂ അറിയാം, സീൻ്റെ വാല്യൂ അറിയാം, രണ്ടും സെയിം ആണ്. പിന്നെ സി മാക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ സി മാക്സ് സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു എ സ്ക്വയർ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്തു, 1 ബൈ ഗാമ മൈനസ് 1 പ്ലസ് 1 ബൈ 2. എയും സിയും സെയിം ആയുണ്ട്. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു നമുക്ക് നോക്കാം. $9,64,320 കിട്ടുന്നുണ്ട്. അപ്പോൾ സി മാക്സിൻ്റെ വാല്യൂ അതിൻ്റെ റൂട്ട് എടുത്താൽ 981.998 കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറാണ്. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന് T0 by T equal to 1 plus gamma minus 1 divided by 2 into m square. ഓക്കെ, ഇതിൻ്റെ അകത്ത് എം സ്ക്വയർ എമ്മിൻ്റെ വാല്യൂ 1 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അതിവിടെ കൊടുത്താൽ എന്നിട്ട് 1 പ്ലസ് ഗാമ മൈനസ് 1 ബൈ 2 കിട്ടും, ഈക്വൽ ടു ഗാമ പ്ലസ് 1 ഡിവൈഡ് ബൈ 2 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇത് ഇവിടെ കൊടുത്താൽ T0 equal to gamma plus 1 divided by 2 into T എന്ന് എഴുതാം. ഗാമാൻ്റെ വാല്യൂ 1.4 പിന്നെ ടീൻ്റെ വാല്യൂ 400. അപ്പോൾ നമുക്ക് ടോട്ടൽ 400 ഇൻറ്റു 1.2 എന്ന് കിട്ടും, ഈക്വൽ ടു 480 കെൽവിൻ എന്ന് കിട്ടും. ടീൻ്റെ വാല്യൂ 400, ഗാമേൻ്റെ വാല്യൂ 1.4. ഓക്കെ, അപ്പോൾ നമുക്ക് T0 കണ്ടുപിടിച്ച്. ഇനിയിപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? സൗണ്ട് വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ്. അപ്പോൾ സ്റ്റാഗ്നേഷൻ കണ്ടീഷനിൽ നമുക്ക് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എങ്ങനെ? എ ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ ആർ ടി ആണ്. ഓക്കെ, അപ്പോൾ സ്റ്റാഗ്നേഷൻ കണ്ടീഷനിലാണെങ്കിൽ എ നോട്ടാണ്. ഇപ്പോൾ എ നോട്ട് ഈക്വൽ ടു ഇതിൽ ഗാമ ആറും കോൺസ്റ്റൻറ്റ്, ടീൻ്റെ വാല്യൂ മാത്രമേ മാറൂ. ടി ഈക്വൽ ടു ടി നോട്ട് കൊടുക്കുക. അപ്പോൾ ഗാമ ആർ ടി നോട്ട് എടുക്കും. ഇങ്ങനെ കണ്ടുപിടിക്കാം. അല്ല വേറൊരു വഴിയെന്ന് വെച്ചാൽ ഇത് നമുക്കറിയാം, സി മാക്സ് സ്ക്വയർ ബൈ 2 ഈക്വൽ ടു എ നോട്ട് സ്ക്വയർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ഇതിൽ ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ടി നോട്ട് കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ തൽക്കാലം നേരത്തെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ എ നോട്ട് സ്ക്വയർ ബൈ ഗാമ മൈനസ് 1 ഈക്വൽ ടു സി മാക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2. അപ്പോൾ എ നോട്ട് സ്ക്വയർ ഈക്വൽ ടു സി മാക്സ് സ്ക്വയറിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു, 9,964,320 ഇൻറ്റു 1.4 മൈനസ് 1 ഡിവൈഡ് ബൈ 2. അപ്പോൾ എ നോട്ടിൻ്റെ വാല്യൂ 1,92,864. എ നോട്ട് അപ്പോൾ 439.163 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എ നോട്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇതിപ്പോൾ രണ്ട് വഴിയിൽ എ നോട്ട് കണ്ടുപിടിക്കുക. ഒന്നിക്കൽ ഇങ്ങനെ, അല്ലെ എ നോട്ട് ഈക്വൽ ടു റൂട്ട് ഓഫ് ഗാമ ആർ ടി നോട്ട് കണ്ടുപിടിക്കുക. അതിവിടെ ടി നോട്ടിന് 480 കൊടുത്താൽ നമുക്ക് കണ്ടുപിടിക്കാം. ഏകദേശം 439.163 എന്ന് കിട്ടും, സെയിം വാല്യൂ തന്നെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. A fluid is moving at velocity 392 meter per second. If temperature is 27 degrees Celsius, find Mach angle. Assume gamma equal to 1.4. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സൂപ്പർസോണിക് ഫ്ലോവിൻ്റെ ഇക്വേഷൻ ഇത് ക്വസ്റ്റ്യൻ ആണ്. കാരണം മാക് ആംഗിൾ എന്ന് പറഞ്ഞാൽ സൂപ്പർസോണിക് ഫ്ലോയിൽ മാത്രമേ ഉള്ളൂ. സബ്സോണിക്കിലൊന്നും മാക് ആംഗിൾ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സൂപ്പർസോണിക് ഫ്ലോയിൽ ഓർമ്മയുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതാക്കിയേക്കാം. ഏകദേശം ഇങ്ങനെയൊരു നമുക്കൊരു ഇത് കിട്ടുന്നതാണ് മാക് ആംഗിൾ. അതിൻ്റെ ഈ ഒരു ആംഗിളാണ് മാക് ആംഗിളായിട്ട് പറയുന്നത്, ആൽഫ.
എന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു സൈൻ ആൽഫ ഈക്വൽ ടു 1/m ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ എമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത് നിങ്ങൾ പ്രീവിയസ് വീഡിയോ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ഈസ് മൂവിങ് അറ്റ് വെലോസിറ്റി 392 m/s ആൻഡ് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ കെൽവിനിലേക്ക് ആക്കിയാൽ 300 കെൽവിനായി. 273 ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കണ്ടുപിടിച്ചു. അപ്പോൾ വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ്? റൂട്ട് ഓഫ് ഗാമ ആർ ടി. ഞാൻ നേരത്തെ പറഞ്ഞ ഗാമേൻ്റെ ആറിൻ്റെയും വാല്യൂ തരണമെന്നില്ല. ഗാമേൻ്റെ വാല്യൂ നമ്മൾ 1.4 എടുക്കുക, ആറിൻ്റെ വാല്യൂ 287 ഇൻറ്റു 300 ഈക്വൽ ടു 347.188 m/s കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ C/A. സി നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. 392 ഡിവൈഡ് ബൈ 347.188 ഈക്വൽ ടു 1.13 കിട്ടും. ഓക്കെ, അപ്പോൾ സൈൻ ആൽഫ ഈക്വൽ ടു 1/1.113 1.13 ആൽഫ ഈക്വൽ ടു, അപ്പോൾ സൈൻ ഇൻവേഴ്സ് എടുക്കുക. ഈക്വൽ ടു 62.336 ഡിഗ്രീസ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഉത്തരം.